അപ്പോൾ ആശാമാര് സ്റ്റീൽ ലോപ്പാണെന്ന് കരുതി പേടിക്കണ്ട ട്ടോ. നല്ല സ്ട്രോങ് ആണ് സാധനം. അതായത് ഇവിടെ +2 പഠിക്കുന്ന 2 കുണ്ണുവാവുകളുള്ള വീടാണ് ട്ടോ. അവര് ഒന്ന് തൂങ്ങി ബലം പിടിച്ചൊക്കെ നോക്കിയതാണ് ട്ടോ. അതായത് സ്റ്റീൽ റോപ്പ് നല്ല വടി പോലെ ഇരിക്കണേണ്. ചുരുക്കി പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോൾ ദേ കിടക്കണ മുമ്പ് മേടിച്ച സ്റ്റീൽ റോപ്പാണ് ട്ടോ ഇത്. അതായത് 6mm സ്റ്റീൽ റോപ്പാണ്. കൂടെ ഒരു മുട്ടയും കിടപ്പുണ്ട്. ആ മുട്ട നമ്മൾ രാവിലെ തന്നെ പച്ചക്ക് അടിച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത്. കംപ്ലീറ്റ് 5 ഇഞ്ച് 5 ഇഞ്ചാണ് നമ്മൾ സ്റ്റെപ്പ് മാർക്ക് ചെയ്തിട്ടേക്കണം. 5 ഇഞ്ച് ഗ്യാപ്പാണ്. അപ്പോൾ അത് നമ്മൾ മുകളിലോട്ട് തൂക്കിയിട്ടിട്ടാണ് നമ്മൾ മുകളിൽ അളവ് വെക്കണത്. അതായത് നമ്മൾ താഴത്ത് വരച്ചേക്കണതിൻ്റെ മുകളിൽ തൂക്കിയിട്ട് നമ്മൾ എടുക്കണേ. അപ്പോൾ നമുക്ക് വളവ് അതിരി ഒന്നും വരില്ല. അതായത് പക്കാ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് കോൺക്രീറ്റ് വിത്തിലാവും. മുകളിലത്തെ കോൺക്രീറ്റിൽ നിന്ന് താഴത്തെ നമ്മൾ 5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തതിലോട്ട് നമ്മൾ തൂക്കിയിട്ടിട്ട് എടുക്കണേന്ന്. അപ്പോൾ 6mm സ്റ്റീൽ റോപ്പും അത് പിടിപ്പിക്കുന്ന സാധനമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. 6mm സ്റ്റീൽ റോപ്പിന് 75 രൂപ ഉണ്ടായത്. അതേപോലെ ഇതേപോലെ അങ്ങാട് കൊണ്ട് തിരിയണ ഫിറ്റിങ്സിന് 130 രൂപ. ഈ സിംഗിളായിട്ട് വന്നേക്കണതിന് 99 രൂപ. അപ്പോൾ ഇവിടെ സ്റ്റീൽ റോപ്പൊക്കെ മുറിച്ച് പീസായി കളയാം. അപ്പോൾ നമ്മൾ അളവെടുത്തേക്കണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ 2 എണ്ണം വെച്ചാണ് വന്നത്. അപ്പോൾ ഒരളവെടുത്ത് 2 എണ്ണം വെച്ച് നമുക്ക് മുറിച്ച് എടുക്കാം. അപ്പോൾ സ്റ്റീൽ റോപ്പിൻ്റെ എൻഡാണ് ഒരു ഇത്തിരി ഇതായിട്ട് വരുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു മയത്തിനൊക്കെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ട. ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ഫിറ്റിങ്സിൻ്റെ ഉള്ളിലോട്ട് കുത്തി കയറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ചടയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കും. സ്റ്റീൽ റോപ്പും ഫിറ്റിങ്സും എല്ലാം കൂടി നല്ല ഭംഗി ഉണ്ടാവട്ടാണ്. ഇത് നമുക്കിവിടെ ചെറിയ ഫിറ്റിങ്സ് ആണ്. ഈ ചെറിയ ഫിറ്റിങ്സ് വെച്ച് അതിൻ്റെ ഉള്ളിലൊരു കിടതാപ്പുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കൊട്ടി താഴത്തോട്ട് ഇടണം. എന്നിട്ട് അതാണ് നമ്മൾ നമ്മുടെ സ്റ്റീൽ റോപ്പിൻ്റെ എൻഡിൽ വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് എൻഡിൽ വെച്ചാൽ മാത്രമേ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലാണ്ട് വല്ല ഫിറ്റിങ്സ് വന്നാൽ ഒരു കാരണവശാലും മേടിക്കരുത് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിതില്ലാത്തൊരു ഫിറ്റിങ്സ് മേടിച്ചടിച്ച് ആകെ പെട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഈ എൻഡിൽ അടിക്കുന്ന ആ കിടതാപ്പ് ആ ചെറിയ ഇത് ആ വെൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് സെറ്റാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റീൽ റോപ്പും മാരക വിഷം പോലെ ആയി പോവും. അതായത് നമ്മൾ അവിടെ നിന്ന് വിഷമിച്ചു പോവും. അപ്പോൾ ഈ ആ കിടതാപ്പ് ഉണ്ടാകുന്ന നമ്മൾ നോക്കണോട്ടോ ഫിറ്റിങ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ നോക്കണ ഫിറ്റിങ്സിൻ്റെ ഉള്ളിലുള്ള ആ കിടതാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം വെൽഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് എല്ലാ സെറ്റപ്പും കൊണ്ട് വെൽഡ് ചെയ്ത് കളയാം. വെൽഡ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട് ആ ഫിറ്റിങ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരു പ്ലെയർ ഇട്ട് പിടിക്കണോട്ടോ. അല്ലെങ്കിൽ കൈ ചുട്ടുപഴുത്ത് പണ്ടാണെങ്കിൽ പോകും. നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്റ്റീൽ റോപ്പിൻ്റെ എൻഡിലേക്ക് നമ്മുടെ സെറ്റപ്പ് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആങ്കർ ബോൾട്ട് എടുക്കാം. 6mm ആങ്കർ ബോൾട്ടാണ്. അപ്പോൾ അതിനകത്ത് ആങ്കർ ബോൾട്ടിൻ്റെ ബോൾട്ടിന് ഇത്തിരി നീളമുണ്ട് കേട്ടോ. അത് നമുക്ക് ഉപകാരമായി നീളമുള്ളത്. അപ്പോൾ നമുക്ക് ഫിറ്റിങ്സ് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ആങ്കർ ബോൾട്ട് അടിച്ച് കളയാം. അപ്പോൾ നമുക്ക് 6mm ആങ്കർ ബോൾട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ കടന്നല് തുളയിടുന്ന പോലെയൊക്കെ തുളയിട്ടുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ ചറവറ അങ്ങോട്ട് തുളച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് കുത്തിയിരുന്ന് തുളയിടുന്നു, എണിമേക്ക് ഇരുന്ന് തുളയിടുന്നു, അങ്ങനെ ഒരു പ്രാന്തനെ പോലെ ഇരുന്ന് തുളയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിറ്റിങ്സിൻ്റെ മൂടൊക്കെ അഴിച്ചിട്ട് നമുക്ക് ആങ്കർ ബോൾട്ട് പിടിപ്പിക്കാൻ നേരം വേണ്ട. അപ്പോൾ ഈ എല്ലാ മൂടും അങ്ങോട്ട് അഴിച്ചിട്ട് നമുക്ക് ആങ്കർ ബോൾട്ട് പിടിപ്പിച്ച് കളയാം. അത് 6mm ആങ്കർ ബോൾട്ട് ഉണ്ട്. അപ്പോൾ ആ ബോൾട്ടിന് നീളമുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിടിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ബോൾട്ട് മേടിക്കുമ്പോൾ ഇത്തിരി നീളമുള്ള മേടിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ കീറ്റി കളയാം. നേരത്തെ ഞങ്ങൾ അടിച്ചു പോയാൽ നമ്മുടെ ആങ്കർ ബോൾട്ടൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് കളയാട്ടോ. മൊത്തം നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ സ്റ്റീൽ റോപ്പ് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആങ്കർ ബോൾട്ടിന് പിടിപ്പിക്കണായിട്ടല്ലേ 6mm സ്റ്റീലിൻ്റെ ആങ്കർ ബോൾട്ട് പിടിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ റോപ്പ് അങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിങ്ങോട്ട് പോരും. അപ്പോൾ സ്റ്റീൽ റോപ്പ് ആകുമ്പോൾ ഡബിൾ സ്ട്രോങ് ആണിത്. അത് നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ അധികം ടൈറ്റ് ചെയ്യൂല കേട്ടോ. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടേക്കും സ്റ്റീൽ റോപ്പും ആ നമ്മളെ ടൈറ്റ് ചെയ്യണതും കൂടി. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമുക്ക് വലിച്ച് ലാസ്റ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല വടി പോലെ ടെമ്പർ അടിച്ച് ചെയ്യുന്നോളും. അപ്പോൾ അച്ഛൻ്റെ ഗ്രിപ്പിലും സ്ക്രൂവിലും ഇത് ഒരിക്കലും ചെയ്യരുത്. ആങ്കർ ബോൾട്ടിൽ തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് വലിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാര്യമുണ്ട്. അതായത് നമുക്ക് താഴത്തെ ഫിറ്റിങ്സും കൂടി വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കളയാം. താഴത്തെ ഫിറ്റിങ്സ് അതേപോലെ തന്നെ ആങ്കർ ബോൾട്ട് വെച്ചിട്ട് നമ്മൾ കീച്ചണത്. അപ്പോൾ ആ ഫിറ്റിങ്സിന് അടിയാണ്ട് അയച്ചെടുത്തിട്ട് നമ്മൾ ആങ്കർ ബോൾട്ടിൻ്റെ കട കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്നിട്ട് അത് വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് വേറെ വഴിയില്ല ഇതിന്. ഗ്രിപ്പും സ്ക്രൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷെ അത് സ്ട്രോങ് ആയിരിക്കില്ല. നമ്മൾ റോപ്പ് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് വരും. കാരണം ഇത് 4000 5000 ഒക്കെ ടണ്ണ് തൂങ്ങുന്ന റോപ്പാണ്. ഇതൊന്ന് നീരണമെങ്കിൽ തന്നെ നമ്മൾ നല്ല ഇത് കൊടുക്കേണ്ടി വരും, ലോഡ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ആങ്കർ ബോൾട്ട് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്, സ്റ്റീലിൻ്റെ.
അപ്പോൾ ആങ്കർ ബോൾട്ട് മേടിക്കുമ്പോൾ ഇത്തിരി നീളമുള്ളതിന് മേടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പുസുവാണമായി പോകും. അതായത് ഒന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഇത്തിരി ലെങ്ത് ഉള്ളതുകൊണ്ടാണ് നമുക്കത് വെൽഡ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ നമ്മുടെ റോപ്പ് പിടിപ്പിക്കാനുള്ള ഫിറ്റിങ്സിൽ നമുക്ക് ആങ്കർ ബോൾട്ടിൻ്റെ തലയും കണ്ട് പിരിച്ച് പിരിച്ച് കയറ്റി കളയാം. അപ്പോൾ നമ്മൾ താഴ്ത്ത് പിടിപ്പിക്കാനുള്ള ഫിറ്റിങ്സ് അടിക്കണ ഹോളിൽ വന്നൊന്ന് നൂളാമ്പിച്ച് കൊടുക്കണ്ട കേട്ടോ. അതായത് നമുക്ക് ഒന്ന് എളുപ്പത്തിന് അടിച്ച് കയറാൻ വേണ്ടിയാണ്. കാരണം അതിൻ്റെ ഫിറ്റിങ്സിൻ്റെ ബോൾട്ടിനൊന്നും അടികൊള്ളാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ബോൾട്ട് വെച്ചിട്ടാണ് അതിൻ്റെ സൈഡിൽ അടിച്ചാണ് കയറ്റണത്. മറ്റേ ഫിറ്റിങ്സിൽ നേരിട്ട് അടിച്ച് അതിൻ്റെ എൽക്കി ഒടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇനി ചിറ്റിയ ഇതേപോലെ എന്തെങ്കിലും പൈപ്പ് കയറ്റിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. കാരണം ഉള്ളിൽ ആങ്കർ ബോൾട്ടാണല്ലോ. അപ്പോൾ അത് ടൈറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൂക്കിയിട്ടേക്കണ നമ്മുടെ സ്റ്റീൽ റോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി നീളം കൂട്ടിയാണ് എടുത്തേക്കണം. ഒരു ഇത്തിരി നീളം കൂട്ടിയാണ് എടുത്തേക്കണം. കാരണം അത് നമ്മുടെ ഫിറ്റിങ്സ് വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ടാണ് അത് കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ റോപ്പ് ചെറുതായി പോയി കഴിഞ്ഞാൽ പിന്നെ ജോയിൻ്റ് അടിക്കൽ ഇത്തിരി പണിയാണ്. കാരണം നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആശാമര് ഇതിങ്ങാട് നോക്കി ഇതണ്ട നമ്മുടെ ചെവി പുളി കിടക്കണ പോലെ കിടക്കണേട്ടോ നമ്മുടെ ഫിറ്റിങ്സ് ഒക്കെ താഴത്തോട്ട് തലയും കുത്തി കിടക്കണേ. അതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റീൽ റോപ്പ് പിടിപ്പിച്ചിട്ട് നേരെ വടി പോലെ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കത് നമ്മുടെ ഫിറ്റിങ്സ് വെച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ നോക്കാം. നമ്മുടെ ഫിറ്റിങ്സിൻ്റെ തലയങ്ങടെ അയച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കിടുതാപ്പ് ഉണ്ടല്ലോ, ആ കിടുതാപ്പിൻ്റെ ലെങ്ത്താണ് നമ്മൾ നോക്കേണ്ടത്. അത് ഉള്ളിലിട്ടിട്ട് അതിൻ്റെ എൻഡ് എന്തോരം വരേണ്ടത് നമ്മൾ നോക്കുക. അത് അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ മാർക്കറിന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇടണം കേട്ടോ, ഒരു 180 ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് നമ്മൾ എപ്പോഴും ഇടണം, മുകളിൽ ഇടണം താഴ്ത്തു ഇടണം. എന്നാലേ നമുക്ക് റോപ്പ് വലിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെമ്മി പുളി പോലെ കിടക്കുന്ന സാധനം അവിടെ പൊക്കി വെച്ചിട്ട് നേരെ അങ്ങോട്ട് വരച്ചാണ്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. സ്റ്റീൽ റോപ്പ് കണ്ടാണ് കട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ വെക്കണ കിടുതാപ്പ് വെച്ചിട്ടാണ് വെൽഡ് ചെയ്താൽ. അപ്പോൾ അവർ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അഴിച്ച കിടുതാപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ആദ്യം കുത്തി കയറ്റണോട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഫിറ്റിങ്സ് ഈ കിടുതാപ്പ് ചെറിയ കിടുതാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ സുഖമാണ്. അതായത് പെട്ടെന്ന് വെൽഡ് ചെയ്ത് നമുക്ക് സെറ്റ് ആയി കളയാം. അപ്പോൾ ആശാമാർ നമ്മുടെ വീഡിയോൻ്റെ ഇടപാടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണേട്ടോ. അപ്പോൾ നമ്മുടെ കഥ കഴിഞ്ഞിരിക്കണേണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ, വീഡിയോ മുഴുവനായിട്ട് കണ്ട് സഹായിക്കണേ. ആശാമാർ പിന്നെ ഒരു കാര്യം, ഫിറ്റിങ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം കേട്ടോ, കിട്ടാനില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് തരാം. नजर